ചെള്ളടിച്ചു പൊളിക്കും. നമ്മളെ താലൂക്ക് ആശുപത്രി, ഡിസ്പെൻസറി ഒക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലായില്ലേ. എന്റെ ഓട്ടോറിക്ഷയില് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുവരുന്ന പലരും ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാ പോണത്. എന്തായിട്ട് എന്താണ്ടോ നമ്മളെ വിദ്യാഭ്യാസ മേഖലയോ, അതിൽ എനിക്കെതിരെ അഭിപ്രായമുണ്ട്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് എതിരെ അഭിപ്രായം ഇല്ല. പണ്ട് പാഠപുസ്തകങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നടന്ന ഒരു കാലം ഉണ്ടേനി. അതൊന്ന് ഓർമ്മിപ്പിക്കല്ല പൊന്നെ. അന്ന് ഓണപ്പരീക്ഷ ആയിട്ട് കൂടി പുസ്തകം കിട്ടിയില്ല. ഓണം നേരത്തെ എത്തിയെന്നും പറഞ്ഞു ഓണത്തിനായിരുന്നു കുറ്റം. ഇന്നിപ്പോ അതാണോ സ്ഥിതി? പുസ്തകങ്ങളൊക്കെ നേരത്തെ കിട്ടും. ക്ലാസ് റൂമുകളാണെങ്കിലോ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കായില്ലേ. പിന്നെ ഉച്ചഭക്ഷണ പദ്ധതി അതാണെങ്കിലും മുടക്കല്ലാതെ നടക്കുന്നുണ്ട്. ഇതാ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ ഇപ്പോഴേ സ്കൂളിലെത്തി. എന്നാലേ പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. നമ്മളെ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ എന്ത് കുന്താണ്ടോ പറയുന്നത്? ഒന്നും ചെയ്തില്ലാന്നോ? കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 1600 കോടി ഉറുപ്പിന്റെ വികസനങ്ങളല്ലേ നമ്മളെ മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസ് ചെയ്തിട്ടുള്ളത്. 1600 കോടിയോ? ഏതൊക്കെ? അതിപ്പോ എനിക്ക് കാണിച്ചു തരാൻ പറ്റൂല. അതന്നെയല്ലേ ഞാനും പറഞ്ഞത്. അതല്ലടോ ഭൂതക്കുട്ടിയെ, ഈ ബേപ്പൂര് മണ്ഡലത്തിലെ വികസനങ്ങളൊക്കെ ചെങ്ങായിക്കൊന്ന് കാണിച്ചു കൊടുക്ക്. നിശ്ചയം സുനിശ്ചിതം ദൂരമേറെ മുന്നിൽ നമ്മളെത്ര മാറി, ഈ നാടിതെത്ര മാറി, ഇത്ര ദൂരം ഇത്ര വേഗം എങ്ങനെ നാം താണ്ടി. അവസരവരുടെ ആശകൾക്ക് ചിറകുവെച്ച് കൂരവെച്ച് വികസനത്തിൻ തണലറിഞ്ഞ സ്വപ്നകാലമേ, നാടിതിന്റെ ഭാവി കണ്ട് നിറമണിഞ്ഞ നാടു കണ്ട് ഭാവി കേരളം രചിച്ച സ്വപ്നയാത്രയെ തുടർന്നിടാ. ഇച്ചാതി പരിപാടി കാണിക്കരുത്. കടയിൽ രാഷ്ട്രീയം പാടില്ല എന്ന് എഴുതി വെച്ചിട്ട് ഇമ്മാതിരി വർത്താനം പറയാങ്ങള്. എടോ ചെങ്ങായിയെ, നല്ല കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം പറയേണ്ടടുത്ത് രാഷ്ട്രീയം പറയന്നെ വേണം. അല്ല, എനിക്ക് അറിയാറ്റ് ചോദിക്കാം, അപ്പൊ നിങ്ങളൊക്കെ ആർക്കാ വോട്ട് ചെയ്യണത്? എന്താ സംശയം? നാട്ടിൽ ഇത്രയേറെ വികസനങ്ങൾ കൊണ്ടുവന്ന നമ്മളെ ബേപ്പൂരിന്റെ സ്വന്തം മുഹമ്മദ് റിയാസിന് തന്നെ. കേരള നാട് ഇത്രയും മാറ്റിയ നമ്മുടെ LDF തന്നെ. ഇന്നെപ്പോലുള്ള സാധാരണക്കാരന്റെ പ്രതീക്ഷയായ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് തന്നെ